നീ ഇത് ലേറ്റായേ? ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങാൻ നേരം തെരുവുനായ കടിച്ച് 3 കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. പിന്നെ അവർക്ക് ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുത്ത് കഴിഞ്ഞപ്പോൾ ലേറ്റായി. ഒന്നാമത്തെ കാര്യം പറയണ്ടല്ലോ, ഇപ്പം തന്നെ തെരുവുനായ്ക്കളുടെ അല്ലേ ഇപ്പം തന്നെ കൂടുതലാണ്. ഇതിനൊക്കെ പരിധിവരെ കാരണം നമ്മൾ ജനങ്ങൾ തന്നെയല്ലടാ. യജമാനന്റെ പുറകെ വാലാട്ടി നടക്കുന്ന നായ്ക്കളെ പ്രായമായതിൻ്റെ പേരിലും രോഗം വന്നാൽ ചികിത്സ പോലും കൊടുക്കാതെയും തെരുവിലേക്ക് തള്ളുന്നുണ്ട് നമ്മളിൽ പലരും. ABC പ്രോഗ്രാം, അതായത് ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം അനുസരിച്ച് തെരുവ് നായ്ക്കളുടെ പോപ്പുലേഷനും പേവിഷബാധ തടയാനുള്ള വാക്സിനേഷനും വന്ധീകരണവും നടത്തണമെന്നാണ്. പിന്നെ പ്രായമായതിന്റെ പേരിൽ മാതാപിതാക്കളെ തെരുവിലേക്ക് പറഞ്ഞു വിടുന്ന മക്കളുള്ള നാടായത്. അപ്പൊ പിന്നെ തെരുവുനായ്ക്കളുടെ കാര്യം പറയണ്ടല്ലോ. അവിടെ നോക്ക്. ശരി ശരി. എന്താ സാറേ കാണിക്കുന്നേ? പ്രായമായ നായ അതിനെ ഉപേക്ഷിക്കാൻ കൊണ്ടുവന്നതാ. ഒന്നാമത് നമ്മുടെ നാട്ടിൽ തെരുവുനായ്ക്കളുടെ ശല്യം കൂടുതൽ. ഞാനൊരു ഹോസ്പിറ്റലിലെ നേഴ്സാണ്. ഞാൻ കാണുന്നതാണ് ഒരു ദിവസം എന്തുമാത്രം കുട്ടികളാണ് തെരുവുനായ കഴിച്ച് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ പിന്നെ പഠിപ്പും ദൂരമുള്ള നമ്മൾ തന്നെ ഇങ്ങനെ കാണിക്കണം സാർ, പ്ലീസ്. സോറി സാർ, ഞാൻ പൊക്കോളാം. എടാ നിർത്ത്. എടാ അങ്ങോട്ട് ഒതുക്കി നിർത്ത്. എടാ നമ്മളവിടെ കണ്ട കാറില്ലത്. എടാ നമ്മൾ അവിടെ കളയാൻ സമ്മതിക്കാത്തോണ്ട് പുള്ളി ഇവിടെ കൊണ്ട് കളഞ്ഞ എന്താണ് നമ്മുടെ നാട് നന്നാവത്ത്? എടാ, അയാളുടെ കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കും തെരുവുനായ്ക്കൾ കടിയേറ്റിട്ടില്ല, ശല്യവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന യാതനയെപ്പറ്റി അയാൾക്ക് ചിന്തിക്കേണ്ട കാര്യവുമില്ല. മറ്റുള്ളവരുടെ പ്രോബ്ലംസ് അത് അവരുടേത് മാത്രമാണ്, നമ്മളെ ബാധിക്കില്ല എന്ന ചിന്തയാണ് ഇതിനെല്ലാം കാരണം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അത് നമ്മുടേതും കൂടിയാണെന്ന ബോധം എന്ന് നമുക്കുണ്ടാകുന്നു, അന്ന് നമ്മുടെ നാട് നന്നാവും. അപ്പോഴാണ് നമ്മുടെ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാടാകുന്നത്. ശരിക്കും ഗോഡ്സ് ഓൺ കൺട്രി.